ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു വെള്ളക്കടലക്കറി ഉണ്ടാക്കാം. ഇത് നമുക്ക് അപ്പം, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ഈ ഒരു കടലക്കറി രാത്രി കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ കടല വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു കപ്പ് വെള്ളക്കടലയുണ്ട്. നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ തലേന്ന് രാത്രി ഇതുപോലെ കുതിർത്ത് വെച്ചാൽ മതി. വെള്ളക്കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് കൂടിയ തീയിൽ ഒരു വിസിലും കുറഞ്ഞ തീയിൽ 2 വിസിലും അടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതാ കുക്കർ വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കടലയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കടലയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടലയിൽ നിന്നും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും ഇവിടെ കറുത്ത കടലയും ഇതുപോലെ വെള്ളക്കടലയും കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കടല ഇതുപോലെ അരച്ച് ചേർക്കും. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഇവിടെ ആരും കടല അധികം കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ അങ്ങ് കഴിച്ചോളും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് സവാള നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരും. ഇനി നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്കിനി എരിവ് അത്യാവശ്യം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പക്ഷേ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എപ്പോഴും പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഈ അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതുപോലെയല്ല, കുറച്ചൊന്ന് കുറുകിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടല ആ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് ഓൾറെഡി നല്ല തിക്കാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ ഒന്ന് ലൂസായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി അതും ഇല്ലെങ്കിൽ ഒന്നും ചേർത്ത് കൊടുക്കണം എന്നില്ല. പക്ഷേ ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. എല്ലാം ഒന്ന് ബാലൻസായി നിൽക്കും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കടലക്കറി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഈ ഒരു കടലക്കറി ഉണ്ടാവുക. കാരണം നമ്മളിതിൽ തേങ്ങയും കടലയും അരച്ച് ചേർത്തിട്ടുണ്ട്.
ഇന്ന് നമ്മൾ രാത്രി ഒരു സ്പെഷ്യൽ പുട്ടിൻ്റെ കൂടെയാണ് ഈ ഒരു കടലക്കറി കഴിക്കാൻ പോകുന്നത്. ഈ ഒരു പുട്ട് ഞാൻ ഓട്സ്, റാഗി, ഗോതമ്പ് പൊടി ഇത് മൂന്നും ചേർത്ത് ഉണ്ടാക്കിയതാണ്. കൂടുതലും ഓട്സും റാഗിയുമാണ് എടുത്തത്. ഗോതമ്പ് പൊടി വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.